എന്റെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ട്ടോ ഇത്. ഈ ചാനൽ എന്ന് പറയാൻ കാരണം ഇതിനു മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ചാനൽ തുടങ്ങണം, വീഡിയോ ഇടണമെന്ന് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ടായിരുന്നു. 5.5K വരെ എത്തിയിട്ടാണ് എന്റെ കയ്യിൽ നിന്ന് ചാനൽ മിസ്സായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് നല്ലോണം ചടച്ചു. പിന്നെ ഞാൻ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനോട് കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇനിയും സപ്പോർട്ട് ഉണ്ടാവും, താത്ത ഇനിയും വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് എന്നോട് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചെടുക്കാന്ന് മോശമല്ലേ? അത് വിചാരിച്ചിട്ടാണ് ട്ടോ ഞാൻ രണ്ടാമത് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ കാൽക്കുലേറ്റർ അത്ര ഇതിലൊന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എൻ്റെ അടുത്ത് കാർവിംഗ് ടൂൾസ് ഒന്നും ഇല്ല. ഞാൻ സാധാ എൻ്റെ കൈ വെച്ചിട്ടും അതേപോലെ തന്നെ തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ പോരായ്മകളും ഈ ഒരു കാൽക്കുലേറ്ററിന് ഉണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കൊക്കെ തരൂലേ നിങ്ങള്? തരൂന്ന് വിചാരിക്കണം. പിന്നെ കമന്റ് ഇടാനായിട്ട് ആരും മറക്കണ്ട. കമന്റ് ഇട്ടോ വായിക്കാലോ. എന്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് പറയണേ. ഈ ചാനലിലും നമ്മൾ ഗീവ് അവേ വിൽക്കുന്നതായിരിക്കും. അപ്പോ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഗീവ് അവേ അപ്ലോഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. പോയാ ഒരു സബ്സ്ക്രൈബും ലൈക്കും കമന്റും അത്രയല്ലേ ഉള്ളൂ. കിട്ടിയാലോ അടിപൊളി ഗിഫ്റ്റുകളും കിട്ടും കേട്ടോ. എൻ്റെ പഴയ ചാനൽ കണ്ടവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും എത്രയോ ഗീവ് അവേസ് ആണ് ഞാൻ ആ ചാനലിൽ കണ്ടക്ട് ചെയ്തത്. ഇതിലും അതേ ഹൈപ്പിൽ തന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവൂലേ? ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ 50K ആവുമ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റും 100K ആവുമ്പോൾ എലിക് റോബോട്ടിനെയാണ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതല്ല വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും ഈ ചാനൽ അയക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സൈക്കിൾ അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ആണോ ആ സൈക്കിളിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ആണോ എന്ന് അവരെ തന്നെ ചൂസ് ചെയ്യും, വിന്നർ തന്നെ ചൂസ് ചെയ്യും. പിന്നെ നേരിട്ടാണ് നമ്മളിത് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. കേരളത്തിൽ എവിടെയായാലും നമ്മൾ നേരിട്ടായിരിക്കും കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കൂല എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കാൽക്കുലേറ്റർ എങ്ങനെയുണ്ട് എന്ന് പറയാനായിട്ട് മറക്കണ്ട. അപ്പോൾ കിടാ ബൈ.